ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി പഴം കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. പഴം കൊണ്ടുള്ള ഒരു സ്വീറ്റ് അല്ലെങ്കിൽ സ്നാക്ക് എന്നൊക്കെ പറയാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഒരു 5-10 മിനിറ്റൊക്കെ മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ 3 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. ഈ റോബസ്റ്റ പഴത്തിന് പകരമായിട്ട് നമുക്ക് ഏതെങ്കിലും ചെറുപഴമോ അല്ലെങ്കിൽ നേന്ത്രപ്പഴമോ എടുക്കാം. പിന്നെ നന്നായിട്ട് പഴുത്ത പഴമാണ് കേട്ടോ നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. ഇനി ഈ പഴം നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട കാര്യമില്ല, ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇപ്പോൾ പഴം നന്നായിട്ട് നമ്മൾ ഉടച്ചെടുത്തു. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ബിസ്ക്കറ്റും പഴവും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണിത്. ഇതിന് നമുക്ക് സ്നാക്കെന്നോ അല്ലെങ്കിൽ സ്വീറ്റെന്നോ എന്ത് വേണമെന്നുണ്ടെങ്കിലും പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പാർലേജി ബിസ്ക്കറ്റാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഏത് ബിസ്ക്കറ്റാണുള്ളത് വെച്ചാൽ അതെടുത്താലും മതി. പിന്നെ ഈ പൊടിച്ചെടുക്കുന്ന ബിസ്ക്കറ്റിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം വേണ്ടി വരും എന്നുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇനി ഈ ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ബിസ്ക്കറ്റ് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തു. ഇനി ഈ പൊടിച്ചെടുത്തിട്ടുള്ള ബിസ്ക്കറ്റ് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പിസ്തയും ബദാമും കൂടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്വീറ്റ് കഴിക്കുന്ന സമയത്ത് ഇടയിൽ ഇങ്ങനെ നട്ട്സ് കടിക്കാനായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഡേറ്റ്സ് ആണ്. അപ്പോൾ ഡേറ്റ്സിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ 2-3 ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചൊക്കെ ഡേറ്റ്സ് ചേർത്ത് കൊടുത്താൽ മതി. പഴം അത്യാവശ്യം മധുരമുള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡേറ്റ്സും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ബിസ്ക്കറ്റിനും നല്ല മധുരം ഉണ്ടല്ലോ. അപ്പോൾ ഡേറ്റ്സും കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്വീറ്റ് നല്ല മധുരമായി പോകും. അപ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ പഴത്തിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയൊക്കെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ഈത്തപ്പഴം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉരുക്കിയെടുത്തിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ്. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ചേർക്കുന്ന വീഡിയോ ക്ലിപ്പ് മിസ്സായിപ്പോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇതിലധികം കാര്യങ്ങളൊന്നുമില്ല. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളിതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ കുറച്ചൊരു ലൂസായിട്ടുള്ള രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാകും, കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ചും കൂടി ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഈ ബിസ്ക്കറ്റ് നമ്മൾ ഇതുപോലെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നോക്കി ചേർത്ത് കൊടുക്കാമല്ലോ. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിന് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് ഏത് രീതിയിലാണോ ഷേപ്പ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മളിതിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണ് തോന്നുകയെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് നെയ്യോ ബട്ടറോ ഒന്ന് കയ്യിൽ പുരട്ടി കൊടുത്തതിന് ശേഷം ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കത് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ സ്വീറ്റ്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഓരോന്നായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ അത് മുഴുവനും നമ്മൾ ഈ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് ബോൾസ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് നീളത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്വീറ്റ് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല, നല്ല എളുപ്പത്തിലുള്ള റെസിപ്പിയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ബിസ്ക്കറ്റും പഴവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അത് നമ്മൾ ഉണ്ടാക്കി വഴിക്കന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാവുക. പിന്നെ നമുക്കത് കുറച്ച് ഹാർഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതി. പിന്നെ നമ്മളിത് പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നല്ല എളുപ്പത്തിലുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അഭിപ്രായം അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മറക്കാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്